ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, 11 ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് ASL Traders, Alimukke, Punalur. Contact 98465 04688 70250 നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL Traders വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, ഡോർ ഹിഞ്ചസ്, നെയിൽസ്, സ്ക്രൂസ്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ആൻഡ് ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് വൻപിള. പ്രധാന വാർത്തകൾ. കൊല്ലം റവന്യൂ ജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേളയ്ക്ക് പുനലൂർ കൊടിയേറി. മേള 13-ന് സമാപിക്കും. കോൺഗ്രസിന്റെ ബ്ലോക്ക് തല നേതാക്കൾ തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതായി തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചെറുതന്നൂർ വാർഡിൽ നിന്ന് മത്സരിച്ച UDF സ്ഥാനാർത്ഥി. പുനലൂർ നഗരസഭാ കൌൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാർ വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചെയർമാൻ തെരഞ്ഞെടുപ്പ് 18-ന്. വാർത്തകൾ വിശദമായി. കൊല്ലം റവന്യൂ ജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേളയ്ക്ക് പുനലൂർ കൊടിയേറി. 13-ന് മേള സമാപിക്കും.
കൊല്ലം റവന്യൂ ജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേളയ്ക്ക് കൊടിയേറി. പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ പ്രിൻസിപ്പൽ N. റമീല ബീവി പതാക ഉയർത്തിയതോടെ മേളയ്ക്ക് തുടക്കമായി. ഔദ്യോഗിക ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 10 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. ശാസ്ത്രമേള ഇന്ന് പൊതുസമൂഹം നോക്കിയിരിക്കുകയാണ്. മംഗളയാൻ യുഗത്തില് നമ്മുടെ കൊച്ചുകുട്ടികളിലെ ശാസ്ത്ര അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള മേളകൾ ഉപകരിക്കും. സയൻസ്, സാമൂഹ്യശാസ്ത്രം, IT, മാത്സ്, വർക്ക് എക്സ്പീരിയൻസ് ഇതെല്ലാം നമ്മൾ പുനലൂർ ജില്ലയിൽ വെച്ച് നടത്തുന്നു. സംസ്ഥാനതലം കൊല്ലത്ത് ആവശ്യമായതുകൊണ്ട് തന്നെ നമ്മൾ വളരെയേറെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തി വരുന്നു. NK പ്രേമചന്ദ്രൻ MP ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു അധ്യക്ഷത വഹിക്കും. സാമൂഹ്യശാസ്ത്രമേള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും, പ്രവൃത്തി പരിചയമേള ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ TVTM LP സ്കൂൾ എന്നിവിടങ്ങളിലും, ഗണിതശാസ്ത്രമേള IT മേള എന്നിവർ സെങ്കറിറ്റി ഹയർ സെക്കൻഡറി സ്കൂളിലും, ശാസ്ത്രമേള ഗവൺമെന്റ് HSSലും സംഘടിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്ന് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി മരം മുറിച്ചു മാറ്റിയത് പ്രതിഷേധത്തിന് ഇടയാക്കി. AIY പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വർഷങ്ങളായി സ്കൂളിന് തണലേകിയ മരം മുറിച്ചു മാറ്റിയതിന് പിന്നിൽ വ്യക്തി താൽപര്യങ്ങളാണെന്നും PTA ഏകപക്ഷീയമായി മരം മുറിച്ചു മാറ്റാൻ തീരുമാനമെടുത്തെന്നും AIY പ്രവർത്തകൻ ശരത് ആരോപിച്ചു. വെയിറ്റിംഗ് ഷെഡ് പഞ്ചായത്തിൽ നിന്ന് അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ വെയിറ്റിംഗ് ഷെഡിന് PTA അല്ലെങ്കിൽ മറ്റ് അധികാരികളോ സ്ഥലം തീരുമാനിച്ചു കൊടുക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായില്ല. PTA അറിഞ്ഞിട്ടില്ല ഏത് സ്ഥലത്താണ് ഈ വെയിറ്റിംഗ് ഷെഡ് വരുന്നതെന്ന്. അത്തരം തീരുമാനങ്ങളൊന്നും തന്നെ എങ്ങൊന്നും എടുക്കാതെ ചില വ്യക്തികളുടെ SMC എന്നൊക്കെ പറയുന്ന ചില കമ്മിറ്റികളുടെ പേരിൽ ചില വ്യക്തികളുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഇവിടെ നിന്നിരുന്ന മരം ഏതാണ്ട് 10 അടിയോളം താഴ്ചയിൽ എടുത്തിട്ട മണ്ണിന് പുറത്ത് കൂടിയാണ് ഈ മരം നിൽക്കുന്നത്. അതായത് താഴെ നിൽക്കുന്ന ഭൂമിയിൽ നിൽക്കുന്ന പ്രദേശവും അതിനുശേഷം ഏതാണ്ട് 10 അടിയോളം മണ്ണെടുത്തിട്ട് അത്രയും വലിയ ഒരു പ്രൊട്ടക്ഷനിൽ നിൽക്കുന്നൊരു മരമാണ്. ആ മരം യഥാർത്ഥത്തിൽ ചില വ്യക്തി താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ മുറിച്ചു മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായത്. JCB കൊണ്ടുവന്ന് മരത്തിൻ്റെ മൂട്ടിലെ മണ്ണ് മാന്തി മാറ്റിയതിന് ശേഷം ആ മരം അപകട ഭീഷണിയാണ് എന്ന് ആളുകളെ ധരിപ്പിച്ചുകൊണ്ട് മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഇപ്പോൾ അതിൻ്റെ പേരിൽ പരാതി കൊടുക്കാൻ പോകുമ്പോൾ ഈ ഗ്രൗണ്ടിലെ മുഴുവൻ മരങ്ങളും മുറിച്ചു മാറ്റും എന്നൊരു ഭീഷണിയുടെ സ്വരം കൂടി പറയുന്നൊരു സാഹചര്യം PTA-യുടെയും SMC കമ്മിറ്റിയുടെയും ഭാഗത്തുനിന്നുണ്ട്. തീർച്ചയായും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ DD-യിലടക്കം അല്ലെങ്കിൽ ഇതിൻ്റെ ദേശീയ ഹരിത ട്രൈബ്യൂണലിലടക്കം പരാതി കൊടുക്കും എന്നുള്ള സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ആ സമീപനം തീർച്ചയായും ഞങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭവും പ്രതിഷേധവും ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യും. സംഭവത്തിൽ പ്രതിഷേധിച്ച് സ്കൂൾ പ്രഥമ അധ്യാപകയ്ക്കും റേഞ്ച് ഓഫീസർക്കും ഹരിത ട്രൈബ്യൂണലിലും പരാതി നൽകുമെന്നും ശരത് പറഞ്ഞു. മരം മുറിച്ചു മാറ്റിയതിനെതിരെ വിദ്യാർത്ഥികളും ഇടത് യുവജന പ്രസ്ഥാനങ്ങളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ വർഷങ്ങളായി സ്കൂളിന്റെ ആവശ്യമായ കാത്തിരിപ്പ് കേന്ദ്രം അനുവദിച്ചപ്പോൾ സ്കൂളിനോട് ചേർന്ന് ഏറ്റവും ഉചിതമായ സ്ഥലത്താണ് നിർമ്മാണം നടത്തിയതെന്നും നിർമ്മാണം നടക്കവേ തൊട്ടടുത്ത് ഭീഷണിയായി നിന്ന മരം മുറിച്ചു മാറ്റണം എന്നാവശ്യപ്പെട്ട് തെന്മല സ്വദേശിയായ പൊതുപ്രവർത്തകൻ തെന്മല പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മരം മുറിച്ചു നീക്കാൻ തെന്മല റേഞ്ച് ഓഫീസർ ഉത്തരവ് നൽകിയതെന്നും PTA വൃത്തങ്ങൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. ചെമ്പനരുവി വാർഡിൽ മത്സരിച്ച് പരാജയപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മറുപടിയുമായി കോൺഗ്രസ് പത്തനാപുരം ബ്ലോക്ക് പ്രസിഡന്റ്. വിവരക്കേട് കൊണ്ടാണ് സ്ഥാനാർത്ഥിയായിരുന്ന ജയചന്ദ്രൻ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെമ്പനരുവി മുരളി പറഞ്ഞു. അറിവും വിവേകവും ഇല്ലാത്ത ആളായതുകൊണ്ടാണ് ജയചന്ദ്രൻ തനിക്കെതിരെ പ്രതികരിച്ചതെന്നും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അറിവും ബോധവും വിവരവുമുള്ള ആളുകളെ വേണം നമ്മൾ സ്ഥാനാർത്ഥിയാക്കാനുള്ളത് എന്ന് ഉള്ള കാര്യം ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനിയും വരും കാലങ്ങളിൽ അത്തരത്തിലുള്ള ആളുകളെ മാത്രമേ നമ്മൾ സ്ഥാനാർത്ഥിയാക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്റെ ഉറച്ച വിശ്വാസം. സ്ഥാനാർത്ഥികൾ തോക്കുന്നതിന് കാരണം നേതാക്കന്മാരുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞു നടക്കുന്നത് വിവരക്കേട് കൊണ്ടാണെന്നും പത്തനാപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെമ്പനരുവി മുരളി പ്രതികരിച്ചു. KPCC പ്രസിഡന്റിന്റെ വാർഡിൽ നിന്ന് സ്ഥാനാർത്ഥി തോറ്റു. അതുകൊണ്ട് KPCC പ്രസിഡന്റാണ് അതിന് ഉത്തരവാദി എന്ന് പറയുന്നതിനകത്ത് ശരിയില്ല. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ നേതാക്കന്മാരുടെ വാർഡുകളിലൊക്കെ നിർത്തിയ സ്ഥാനാർത്ഥികളൊക്കെ തോറ്റു. അതുകൊണ്ട് നേതാക്കന്മാരെല്ലാം രാജിവെക്കണം എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. ഒരു കാരണവശാലും അതൊന്നും ശരിയായ നടപടിയല്ല. ഒന്നാമത്തെ വിഷയമെന്ന് പറയുന്നത് പാർട്ടിക്കാരായിട്ടുള്ള ആളുകളല്ലാത്ത ആളുകളെ നമ്മൾ സ്ഥാനാർത്ഥിയാക്കിയതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. വിവരക്കേട് കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ ഒന്നുകിൽ അവരെ തോൽക്കുമ്പോൾ
പാർട്ടിക്കാരെ കുറ്റം പറയും. അതല്ല എന്നുണ്ടെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വന്തം പ്രാപ്തി കൊണ്ടാണ് ജയിച്ചത് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെ പോലുള്ള അവരുടെ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഈ ജയചന്ദ്രൻ എന്നാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ CPM-ൽ കടുത്ത ഭിന്നത. ഏരിയ കമ്മിറ്റി അംഗം മുഹമ്മദ് അസ്ലത്തിന്റെ പരാജയവുമായി ബന്ധപ്പെട്ട് എതിർചേരിയിൽപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. വിളക്കുടിയിൽ CPM-ലെ കലഹം തെരുവിലേക്ക്. കുളപ്പുറം വാർഡിൽ ഏരിയ കമ്മിറ്റി അംഗം S മുഹമ്മദ് അസ്ലാം പരാജയപ്പെട്ടത് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ ഇടപെടൽ മൂലമാണെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആവണീശ്വരത്ത് പ്രകടനം നടത്തി. ഏരിയ കമ്മിറ്റി അംഗമായ റഹീംകുട്ടിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു പ്രകടനം. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച മറച്ചുവെക്കാൻ റഹീംകുട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണെന്ന് ആരോപിച്ച് എതിർവിഭാഗവും രംഗത്തെത്തി. കുളപ്പുറം വാർഡിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരുന്ന റഹീംകുട്ടിയെ അവസാന സമയമാണ് ഒഴിവാക്കുന്നത്. ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ നിന്നും റഹീംകുട്ടി ഇറങ്ങിപ്പോയിരുന്നു. നേതൃത്വം ഇടപെട്ട് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകാതെ നോക്കിയെങ്കിലും മുഹമ്മദ് അസ്ലാം പരാജയപ്പെട്ടതോടെ വീണ്ടും പോരും മുറുകിയിരിക്കുകയാണ്. റഹീംകുട്ടിക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് മുഹമ്മദ് അസ്ലത്തിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ കുളപ്പുറം വാർഡിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ഏരിയ കമ്മിറ്റിയിലെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് തീരുമാനമെടുത്ത ഏരിയ നേതൃത്വമാണ് പ്രതിസ്ഥാനത്തെന്നാണ് എതിർവിഭാഗത്തിന്റെ വാദം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 9947 697. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണ്ണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണ്ണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണ്ണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റാർ, റാന്നി. അലൈമൺ ഗ്രാമപഞ്ചായത്ത് ഭരണം ഇടതുമുന്നണിക്ക്. കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായിരുന്ന അലൈമണിലെ പരാജയം UDF-ന് കനത്ത തിരിച്ചടിയായി.
തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും അലേമൺ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവികൾ ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്ന് ഉറപ്പായി. 14 അംഗ ഭരണസമിതിയിൽ ഇടതുമുന്നണിയുടെ അംഗബലം 7 നിലവിൽ CPM-ന് 6 CPI-ക്ക് 1 അംഗവുമാണ് ഇവിടെയുള്ളത്. UDF-ലെ 5 പേരാണ് വിജയിച്ചത്. റിബലായി വിജയിച്ച MM സാദിക്കും UDF-ന് പിന്തുണ നൽകുമെന്ന് സൂചനയുണ്ട്. പിന്തുണ ലഭിച്ചാലും അംഗബലം 6. മറ്റൊരംഗം BJP പ്രതിനിധിയാണ്. BJP-യുടെ പിന്തുണ തേടരുതെന്ന് KPCC നിർദ്ദേശമുള്ളതിനാൽ UDF അതിന് തയ്യാറാകില്ല. മുന്നണികളുടെ അംഗബലം തുല്യമാണെങ്കിലാണ് നറുക്കെടുപ്പ് നടത്തുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നറുക്കെടുപ്പിന്റെ ആവശ്യമില്ല. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് പ്രസിഡന്റിനെ തീരുമാനിക്കണമെന്നാണ് ചട്ടം. ഈ സാഹചര്യമാണ് കാര്യങ്ങൾ ഇടതുമുന്നണിക്ക് അനുകൂലമായത്. പ്രസിഡന്റ് പദവി CPM-ന് ലഭിക്കുമെന്നാണ് സൂചന. അലേമണിലെ കനത്ത പരാജയം കോൺഗ്രസ് ബ്ലോക്ക് ജില്ലാ നേതൃത്വത്തെ വിഷമവൃത്തത്തിലാക്കുന്നുണ്ട്. മണ്ഡലം പ്രസിഡന്റ് H. സുനിൽ ദത്ത്, 5ാം തവണ വിജയിച്ച ജേക്കബ് മാത്യു എന്നിവർ വ്യക്തമായ ഭൂരിപക്ഷം നേടിയപ്പോൾ ഉറപ്പുള്ള പല സീറ്റുകളും നഷ്ടമായത് സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകത കാരണമാണെന്ന് പ്രവർത്തകർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചെറുതന്നൂർ വാർഡിൽ മത്സരിച്ച തന്നെ പരാജയപ്പെടുത്താൻ തന്റെ പാർട്ടിയിലെ നേതാക്കൾ ശ്രമിച്ചതായി K. സുരേന്ദ്രൻ ആരോപിച്ചു. പട്ടികജാതിക്കാരനായതുകൊണ്ടാണ് തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ ഇടതുപക്ഷം പണവും മദ്യവും ചെലവഴിച്ച് വോട്ട് പിടിച്ചതായും കാശ് കൊടുത്തവരും വാങ്ങിയവരും തമ്മിത്തല്ലിയത് ഇതിനുദാഹരണമാണെന്നും K. സുരേന്ദ്രൻ ആരോപിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്തിൽ ശശിധരന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കുവാൻ കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റും മകനും പരിശ്രമിച്ചതായും K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ചെറുതന്നൂർ വാർഡിൽ ജനറൽ സീറ്റിൽ പട്ടികജാതിക്കാരൻ മത്സരിക്കുന്നു, അതുകൊണ്ട് പരാജയപ്പെടുത്തണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും മകനും ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി നടന്ന് പറഞ്ഞതായും K. സുരേന്ദ്രൻ ആരോപിച്ചു. പട്ടികജാതിക്കാർ പട്ടികവർഗക്കാർ താമസിക്കുന്ന മേഖലകളിലെല്ലാം കൊണ്ട് ആവശ്യത്തിനുള്ള പണവും മദ്യവും അവരാര് ജയിക്കുന്നു ആര് തോക്കുന്നതല്ല അവരുടെ വിഷയം. പക്ഷെ ഇവിടെ തോപ്പിച്ചത് എൻ്റെ പാർട്ടി, ഞങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആണ്. ഞങ്ങളുടെ UDF അധികാരത്തിൽ വരാൻ പാടില്ല. അതായത് K. ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു ഭരണ സംവിധാനം വരാൻ പാടില്ല. ജനസേവനം ചെയ്ത് ഞാൻ തന്നെ വാർഡിൽ നിന്ന് മത്സരിച്ചപ്പോൾ അവിടെ വിജയം സുനിശ്ചിതമാക്കിയിട്ടുണ്ട്. ചാലിയക്കര 16-ാം വാർഡിൽ 3.25 കോടി രൂപയുടെ വികസനം നടത്തി ജനങ്ങളുടെ ആശയ അഭിലാഷവും അവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളും മാറ്റുവാനും കുടിവെള്ളവാലി എല്ലാ മേഖലകളിലും സംസ്ഥാന മേഖലകളിലും ഞാൻ വികസനം നടത്തി. റോഡുകളില്ലാത്തവരെല്ലാം റോഡുകൾ നിർമ്മിച്ചു കൊടുത്തു. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ജനറൽ സീറ്റ് എൻ്റെ പാർട്ടി എന്നെ നിർദ്ദേശിച്ചത്. പക്ഷേ അവിടെ ഇപ്പോൾ Aയും Iയും എന്നുള്ള തിരുത്തലും മറ്റേതും മറിച്ചതെന്നുള്ള രീതി ഞങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ മകൻ ഉൾപ്പെടെയാണ്. സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു പട്ടികജാതിക്കാരനായ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കച്ചമുറുക്കിക്കൊണ്ട് രംഗത്ത് രാത്രി വന്ന് മനഃപൂർവ്വമായി ഇത് എൻ്റെ ഈ എളിയ പ്രസംഗം കേൾക്കുന്ന എൻ്റെ ഈ അഭിപ്രായം കേൾക്കുന്നവർ ഇങ്ങനെയുള്ള മുഖംമൂടികളെ വലിച്ചു കീറിക്കൊണ്ട് രാഷ്ട്രീയ രംഗത്തുനിന്ന് പുറത്താക്കണം. ഇത്തരം ആളുകളെ പാർട്ടിക്കകത്ത് ഔദ്യോഗിക സ്ഥാനത്ത് വെക്കാൻ പാടില്ല. സ്വന്തം പാർട്ടിയെ കുഴിതോണ്ടുന്ന രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഇത്തരം ഞങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ മകനുമാണ് ധിക്കാരമായ പല വീട്ടുകളിലും അവനെ തോപ്പിച്ച് വെക്കുവാവും. പട്ടികജാതിക്കാരൻ അവനെ മുന്നോട്ട് വിടാൻ പാടില്ല. അത് തെളിവുകൾ തരാം. പല വീട്ടിലും ചെന്ന് പറഞ്ഞ് എൻ്റെ തെളിവുകൾ വേണമെങ്കിൽ ആര് ചോദിച്ചാലും തരാം. എൻ്റെ കൂടെ നടന്നവരോട് പറഞ്ഞ് അവനെ വോട്ട് പിടിക്കാൻ പോലും അവരെയെല്ലാം പിന്മാറ്റി. അത്തരം കാര്യങ്ങളാണ് പാർട്ടിയെ സീറ്റ് തന്നിട്ട് എന്നെ തകിടം മറിക്കുവാനും എന്നെ ആക്ഷേപിക്കുവാനും. അതുപോലെ എനിക്ക് ഒന്ന് പറയാനുള്ളത്, എൻ്റെ തോൽവി എന്ന് പറഞ്ഞ 24 വോട്ടിന് ഞാൻ തോറ്റെന്ന് പറഞ്ഞാൽ ഞാൻ തോറ്റിട്ടില്ല. അവർ പണവും മദ്യവും ഒഴുക്കി. പക്ഷെ ഇന്നും ഞാനാണ് വിജയിച്ച് നിൽക്കുന്നത്. ആ വാർഡിലെ ജനങ്ങൾ പൂർണ്ണമായി എന്നോടൊപ്പമാണ്. അവിടെ മൊത്തം നടന്ന് 763 വോട്ടിൽ 300 വോട്ട് എനിക്ക് ലഭിച്ചു. BJPക്ക് 136 വോട്ട്. അതിന്റെ ബാലൻസ് വോട്ടാണ് അവിടുത്തെ സംഘടനാപരമായി രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു നിൽക്കുന്ന CPM-ഉം CPI-യുടെ എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ. പക്ഷേ ഞാനാണ് ജനങ്ങളോടൊപ്പം, ആ വാർഡിനോടൊപ്പം, ജനങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തി ഞാൻ കാണുമെന്ന് ഇത് പൂർണ്ണമായിട്ടും. പക്ഷേ എനിക്ക് പദവികളൊന്നും വേണ്ട. ഞാൻ പണ്ട് രംഗത്ത് വരുന്നതും പദവി ഇല്ലാതെ വന്നാണ് ഇത്രയും സ്ഥാനത്ത് ഞാൻ പിടിച്ചു പറ്റിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഒരു മുന്നണിക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള കക്ഷിക്ക് ഭരണം നേടാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ ഉത്തരവ് മുന്നണികൾക്ക് ആശ്വാസമായി.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ഒരു മുന്നണിക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ മറ്റു കക്ഷികൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളവർക്ക് ഭരണം ലഭിക്കും. ഇവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നിലവിൽ വന്നാൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ പോലും 6 മാസം കഴിയണം. കേവല ഭൂരിപക്ഷമില്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ എല്ലാ മുന്നണികൾക്കും അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥികളെ നിർത്താം. വോട്ടെടുപ്പിൽ മുന്നിലെത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് മറ്റു സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന മൊത്തം വോട്ടുകളേക്കാൾ ഭൂരിപക്ഷമുണ്ടെങ്കിൽ അയാൾ ജയിച്ചതായി പ്രഖ്യാപിക്കും. ഇല്ലെങ്കിൽ 1ഉം 2ഉം സ്ഥാനത്തുള്ളവരെ മാത്രം ഉൾപ്പെടുത്തി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തും. എല്ലാ അംഗങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം, വിട്ടുനിൽക്കുകയുമാകാം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന സ്ഥാനാർത്ഥിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കും. ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇതിനുശേഷം നടക്കും. അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് പുതിയ ഭരണസമിതിയെ പുറത്താക്കിയാലും ഇതേ തെരഞ്ഞെടുപ്പ് രീതി വീണ്ടും ആവർത്തിക്കും. കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം എന്ന നടപടി പുതിയ നിയമപ്രകാരം സാധ്യമല്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒത്തുകളിച്ചിട്ടും തങ്ങൾ മുന്നേറ്റം നടത്തിയതായി ബി.ജെ.പി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ. ഇടതു വലതു ഭരണവും ഒത്തുതീർപ്പ് രാഷ്ട്രീയവും കണ്ടുമടുത്ത ജനങ്ങൾ ബി.ജെ.പിയിൽ പ്രതീക്ഷ അർപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. പുനലൂർ നിയോജക മണ്ഡലത്തിൽ ബി.ജെ.പി. വൻ മുന്നേറ്റമാണ് നടത്തിയത്. അഞ്ചൽ, ഇടമുളയ്ക്കൽ, അലൈമൺ, ചടയമംഗലം തുടങ്ങിയ നിരവധി പഞ്ചായത്തുകളിൽ ബി.ജെ.പി. സീറ്റുകൾ കരസ്ഥമാക്കി. പല സ്ഥലങ്ങളിലും ബി.ജെ.പി. 2ാം സ്ഥാനത്താണുള്ളത്. ഇടതു വലത് ഭരണം, ഒത്തുതീർപ്പ് രാഷ്ട്രീയവും അഴിമതിയും കണ്ടു മടുത്ത ജനങ്ങൾ ബി.ജെ.പിക്ക് അനുകൂലമായി വോട്ടുകൾ രേഖപ്പെടുത്തിയെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. എന്നാൽ ബി.ജെ.പിയുടെ വലിയ മുന്നേറ്റം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ എൽ.ഡി.എഫും യു.ഡി.എഫും പല സ്ഥലങ്ങളിലും വോട്ടുകൾ വച്ചുമാറിയതായും ബി.ജെ.പി. ആരോപിക്കുന്നു. അസംബ്ലി ഇലക്ഷനിൽ ബി.ജെ.പി. ഇതിലും കൂടുതൽ മുന്നേറ്റം നടത്തുമെന്ന് ബി.ജെ.പി. പുനലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ബഹുമാനായിട്ടുള്ള സോമരാജ് സാറിന്റെ ആ വാർഡിൽ CPM 3ാമതായിട്ട് പോയി. അവിടെ വെച്ച് തന്നെ ബി.ജെ.പിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ CPM നടത്തിയ ഒരു വോട്ട് മറുപ്പ് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ ദർശിക്കാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ വലിയ മുന്നേറ്റമാണ് നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും വലിയ മുന്നേറ്റമാണ് നടത്താൻ നമുക്ക് സാധിച്ചത്. ജനങ്ങൾ മുഴുവനും ബി.ജെ.പിയോട് വളരെയേറെ താല്പര്യത്തോടു കൂടി മുന്നോട്ട് വരുന്ന ഈ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ബി.ജെ.പി. സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങൾ, ശക്തമായിട്ടുള്ള ജനങ്ങൾക്ക് ഗുണകരമാകുന്ന തരത്തിലുള്ള പദ്ധതികൾ, ഈ പദ്ധതികളൊക്കെ ജനങ്ങൾ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബി.ജെ.പിക്ക് പുനലൂർ നിയോജക മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. കാരണം ഇടത് വലത് മുന്നണികൾ ഭാരതീയ ജനതാ പാർട്ടി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ഒത്തുതീർപ്പ് രാഷ്ട്രീയം കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒത്തുതീർപ്പ് സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഒത്തുതീർപ്പ് രാഷ്ട്രീയവും, അതായത് ഇവിടെ ബി.ജെ.പി. കടന്നു വരാൻ പാടില്ല എന്നുള്ള ഒരു വ്യക്തമായ ലക്ഷ്യം ഇവിടുത്തെ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഉണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ സഹിതം ഭാരതീയ ജനതാ പാർട്ടി വരും കാലങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടി പറയാൻ പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. സിറ്റി അലുമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലുമിനിയം ട്രേഡേഴ്സ്, പുനലൂർ.
മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. We offer a new lifestyle. City Aluminium Traders, Chemandur, Punalur. Phone 0475 2220 357 9745 201088. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, കാർഡിയോളജി, ന്യൂറോളജി, ഓർത്തോപീഡിക്സ്, ഗ്യാസ്ട്രോഎൻട്രോളജി, യൂറോളജി, നെഫ്രോളജി, ഗൈനക്കോളജി, ഓഫ്താൽമോളജി, പീഡിയാട്രിക്സ്, ENT, സൈക്കാട്രി, ഡെർമറ്റോളജി, ഓൺകോളജി, അനസ്തേഷ്യോളജി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ഡെന്റിസ്ട്രി എന്നീ വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നു. കൂടാതെ ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് www.sjmh.in സന്ദർശിക്കൂ. ഫോൺ 0475 2271 341, 2271 342, 2271 343. കേരള ഫാഷൻ ജുവലറി പത്തനാപുരം ദീപാവലി സ്പെഷ്യൽ മെഗാ എക്സ്ചേഞ്ച് ഓഫർ നവംബർ 5 മുതൽ 21 വരെ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 250 രൂപ അധികം നൽകുന്നു. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ തൂക്കത്തിൽ കുറവ് വരാതെ മാർക്കറ്റ് വിലയേക്കാൾ 250 രൂപ നേടിക്കൊണ്ട് പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ ഇതാ ഒരു സുവർണാവസരം. കൂടാതെ ദീപാവലി നാളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് പണിക്കൂലി തികച്ചും സൗജന്യം. ഈ ഓഫർ ദീപാവലി ദിവസത്തേക്ക് മാത്രം. കേരള ഫാഷൻ ജുവലറി പത്തനാപുരം. പത്തനാപുരത്തിന് പത്തനമാറ്റിന്റെ പൊൻതിളക്കവുമായി കേരള ഫാഷൻ ജ്വല്ലറി പത്തനാപുരം. സംശുദ്ധ 916 സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ കലവറ. കേരള ഫാഷൻ ജുവലറി പത്തനാപുരം. പുനലൂർ നഗരസഭാ കൌൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാർ വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചെയർമാൻ തിരഞ്ഞെടുപ്പ് 18-നാണ് നടക്കുന്നത്. രാവിലെ 10:30 കൌൺസിൽ ഹാളിൽ ചേരുന്ന യോഗത്തിൽ വരണാധികാരിയായ പുനലൂർ ടിംബർ സെയിൽസ് DFO VR ജയകൃഷ്ണൻ ഏറ്റവും മുതിർന്ന അംഗമായ CPMലെ അബ്ദുൾ ലത്തീഫിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തുടർന്ന് അബ്ദുൾ ലത്തീഫ് വാർഡ് ക്രമത്തിൽ മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇരു മുന്നണികളും വരും ദിവസങ്ങളിൽ യോഗം ചേർന്ന് കക്ഷി നേതാക്കളെയും തെരഞ്ഞെടുക്കുന്നുണ്ട്. LDFന്റെ കക്ഷി നേതാവ് ചെയർമാനും UDFന്റെ കക്ഷി നേതാവ് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവുമാകും. കക്ഷി നേതാക്കളെ തെരഞ്ഞെടുക്കുന്നതിനായി ഇരു മുന്നണികളും ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 18-ന് രാവിലെ 10-ന് നഗരസഭാ കൌൺസിൽ ഹാളിൽ ചേരുന്ന യോഗത്തിൽ ചെയർമാനെയും ഉച്ചകഴിഞ്ഞ് 2-ന് വൈസ് ചെയർമാനെയും തെരഞ്ഞെടുക്കും. LDF കൌൺസിലർമാരിൽ 7 പേർ പുരുഷന്മാരും 13 പേർ സ്ത്രീകളുമാണ്. UDF കൌൺസിലർമാരിൽ 8 പുരുഷന്മാരും 7 സ്ത്രീകളുമാണുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ KSRTC ഡിപ്പോയിൽ നിന്നുള്ള രാത്രികാല സർവീസുകൾ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. അഞ്ചൽ മേഖലയിലേക്കുള്ള യാത്രക്കാരാണ് ഇതുമൂലം ഏറ്റവും കൂടുതൽ വലയുന്നത്. സ്റ്റേ സർവീസായ കാട്ടാമ്പള്ളി, ഇളവറാങ്കുഴി ഉൾപ്പെടെയുള്ള സർവീസുകൾ മുടങ്ങിയിട്ട് 1 മാസത്തോളമായി. ഇത് അഞ്ചൽ മേഖലയിലേക്കുള്ള യാത്രക്കാരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അകാരണമായി സർവീസുകൾ നിർത്തലാക്കിയ KSRTCയുടെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവരും ചില സ്ഥിരം യാത്രക്കാരും ഈ സർവീസുകളെയാണ് ആശ്രയിച്ചിരുന്നത്. ആര്യങ്കാവിലേക്കുള്ള സർവീസുകളും മാസങ്ങളായി മുടങ്ങുകയാണ്. സർവീസ് വെട്ടിക്കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചാൽ ബന്ധപ്പെട്ടവർ മൌനം പാലിക്കുകയാണ്. രാത്രി സർവീസുകൾ എങ്ങനെ അയക്കാതിരിക്കാമെന്ന കാര്യത്തിൽ KSRTC അധികൃതർ റിസർച്ച് നടത്തുകയാണ്. പാവം യാത്രക്കാർ പെരുവഴിയിലാകുന്നതിനെ പറ്റി അവർ ചിന്തിക്കുന്നത് പോലുമില്ല. രാത്രി 8 മണി കഴിഞ്ഞാൽ സർവീസുകൾ നടത്താൻ ഇവർ തയ്യാറാകാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. യാത്രക്കാരെ വലിക്കുന്ന നടപടി KSRTC ആവർത്തിക്കുമ്പോൾ വഴിയാധാരമാകുന്നത് യാത്രക്കാരാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ
31ാമത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സ്വാഗത സംഘം ഓഫീസ് പത്തനാപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിമോസ് ബെൻ യേശുദാസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് വള്ളിക്കാവ് സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിമോസ് ബെൻ യേശുദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം കൺവീനർ റോയി തോമസ് സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി എം വിജയൻ, മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ.എ. ഖാദർ, കെ അശോകൻ, ജില്ലാ ട്രഷറർ മണിലാൽ, ട്രസ്റ്റ് ചെയർമാൻ ചന്ദ്രബോസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിനോദ് അമ്മാസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുഗതൻ ഗമനം, ജി.ആർ. യേശുദാസ്, രാജേന്ദ്രൻ ശബരി, സജി ആർച്ചൽ, സ്വാഗത സംഘം ഭാരവാഹികളായ സന്തോഷ് സി.ടി, ബാബു ഡാനിയൽ എന്നിവർ പങ്കെടുത്തു. ഈ പരിപാടിയുടെ വിജയത്തിനും ഫോട്ടോഗ്രാഫി മേഖലയിലെ സമഗ്രമായ മുന്നേറ്റത്തിനും ഈ മേഖലയിൽ പണിയെടുക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും സഹകരണം പ്രസ്തുത പരിപാടിയിലേക്ക് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം മുഴുവൻ അംഗങ്ങളെ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയികളെയും പ്രഖ്യാപിച്ചു. 1ാം സമ്മാനം ഷിജു ആന്റണി, 2ാം സമ്മാനം സാബു ഇളമ്പൽ, 3ാം സമ്മാനം ആർച്ചൽ സജി എന്നിവർ കരസ്ഥമാക്കി. പ്രോത്സാഹന സമ്മാനം ജി.ആർ. യേശുദാസ്, സുരേഷ് സൂര്യശ്രീ എന്നിവർ നേടി. ജഡ്ജിംഗ് പാനലിൽ എസ്.ഡി. ദാസ്, ബി. രവീന്ദ്രൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊല്ലം റവന്യൂ ജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേളയ്ക്ക് പുനലൂർ കൊടിയേറി. മേള 13-ന് സമാപിക്കും. കോൺഗ്രസിന്റെ ബ്ലോക്ക് തല നേതാക്കൾ തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതായി തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചെറുതന്നൂർ വാർഡിൽ നിന്ന് മത്സരിച്ച UDF സ്ഥാനാർത്ഥി. പുനലൂർ നഗരസഭാ കൌൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാർ വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചെയർമാൻ തെരഞ്ഞെടുപ്പ് 18-ന്. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.